അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇത് ഷീറ്റൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അത് ഒരു ചെറിയ ബോളാക്കി അതൊന്ന് ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിലായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. 1.5 കപ്പ് മൈദക്ക് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 13 ബോൾസാണ്. അപ്പോൾ ഞാനിത് എല്ലാം ഇവിടെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് കുറച്ചായി ചേർത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലായിടത്തും ഓയിലാവണ വിധത്തിൽ വേണം ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതിന് മേലെ പൊടി എടുത്തിട്ട് മൈദപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ആവണ വിധത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഓരോന്നായി ഓരോന്നിൻ്റെ മേലെ വെച്ച് ഒരു 5 എണ്ണോ 6 എണ്ണോ ഒക്കെ വെച്ച് മേലെ വെക്കണത് കമഴ്ത്തി വെച്ച് കൊടുക്കണം. ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് വെക്കണത് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ 2 സൈഡിലും മറിച്ച് ഒന്നിങ്ങനെ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കൂലേ അതിനേക്കാളും ഒരല്പം വലുതായി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനിത് പതുക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. നല്ല പോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിത് പാനിലിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ ഇതുമൊന്ന് വിട്ടുപോരില്ല. പതുക്കെ വേണം ഇത് പരത്തിയെടുക്കാൻ. ചൂടായൊരു പാനിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചെറിയ ചൂടാകണ വിധത്തിൽ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. കരിയാൻ പാടില്ല. തീ കുറച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇതുമെന്ന് വിട്ട് പോരും. അപ്പോൾ നമുക്ക് ഇതുമെന്ന് ഓരോ ഷീറ്റായിട്ട് മാറ്റിയെടുക്കാം. ഒരു ഷീറ്റ് എടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ ചൂടാകുമ്പോൾ മറ്റേ ഭാഗത്ത് നിന്ന് ഒരു ഷീറ്റ് വലിച്ചെടുക്കാം. അങ്ങനെ ഇത് എല്ലാം കിട്ടുന്ന വിധത്തിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ഷീറ്റും അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 13 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് 2 സൈഡായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ചതുരാകൃതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സമൂസൻ്റെ ആകൃതിയിൽ നടുവിൽ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 13 ഷീറ്റ് കൊണ്ട് 26 സമൂസ റെഡിയാക്കി എടുക്കാം. ഇനി ഫില്ലിങ് ഉണ്ടാക്കി സമൂസ റെഡിയാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ.